എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ രഞ്ജി അവനാണെങ്കിൽ അവന്റെ സമ്പത്ത് സ്ക്വാഡ് അതങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അവന്റെ പേടിയും ഹാർട്ട് ബീറ്റും അതങ്ങനെ കൂടി കൂടി വരും. കാരണം രഞ്ജി ഒരു നിസ്സാരക്കാരനായ സോൾ റീപ്പർ അല്ല. ഇത്രയും നേരത്തെ അവരുടെ ഫൈറ്റില് ഹീറോയ്ക്ക് അവന്റെ ബോഡിയിൽ ഒരു ചെറിയ സ്ക്രാച്ച് മാത്രമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ അവന്റെ ആ സമ്പത്തു അതുകൂടെ കണ്ടപ്പോ ഹീറോയുടെ പേടി അത് ഇരട്ടിയായി. ഹീറോ അവൻ റുക്കിയോട് നിലവിളിച്ചു പറയും, റുക്കിയ, എന്റെ ജീവൻ പോകുന്നതിന് മുൻപ് നീ എങ്ങനെയെങ്കിലും ഇവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പക്ഷെ റുക്കിയയ്ക്കാണെങ്കിൽ ഹീറോയെ തനിച്ചാക്കി ഒരു നിമിഷത്തിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് കഴിയില്ല. അവളാണെങ്കിൽ ഹീറോയെയും രഞ്ജിയെയും അവളുടെ ബ്രദറിനെയും മാറി മാറി നോക്കും. രഞ്ജി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഹീറോയെ ഒരുപാട് അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് സഹിക്കാൻ കഴിയാതെ റുക്കിയ അവളാണെങ്കിൽ ഇപ്പൊ രഞ്ജിയെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. അതിൽ കലി കയറിയ രഞ്ജു ആണെങ്കിൽ അവളെ പിടിച്ച് തള്ളുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പൊ റുക്കിയയ്ക്ക് നേരെ തിരിയും. ഇവിടെ ഹീറോ അവനവന്റെ സർവ്വശക്തി കൊടുത്ത് സ്ക്വാഡ് അങ്ങനെ വലുതാക്കി അതിനുശേഷം അവന്റെ സ്പിരിച്വൽ എനർജി അത് മുഴുവനായിട്ട് റിലീസ് ചെയ്യും. രഞ്ജി ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ടെൻസ്ഡ് ആവുകയാണ്. കാരണം ഇത്രയും നേരവും അവന്റെ എല്ലാ പഞ്ചും അറ്റാക്കും ഒന്നുപോലും മിസ്സാവാതെ ദേഹത്ത് കൊണ്ടിരുന്ന നമ്മുടെ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ ഇപ്പൊ സർവ്വശക്തിയിൽ അവന്റെ പവർ റിലീസ് ചെയ്യാണ്. ഒരു നോർമൽ സോൾ റീപ്പറിന് പോലും ഇത്രയും സ്പിരിച്വൽ എനർജി അത് പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. ഇവനെ കൊണ്ട് എങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവനാകെ പേടിച്ചു നിൽക്കും. ആ നിമിഷം ഹീറോ അവനവന്റെ സമ്പത്തുമായിട്ട് രഞ്ജിക്ക് നേരെ പൊരിഞ്ഞ പോരാട്ടം. രഞ്ജി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പവറിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ ആണെങ്കിൽ പതിയെ പതിയെ ആ ഒരു പവറിന് മുൻപിൽ അങ്ങനെ അടിയറവ് പറയാനായിട്ട് തുടങ്ങും. ഹീറോ ആണെങ്കിൽ രഞ്ജിയോട് പറയും, എനിക്ക് എന്നില് എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവസാനമായിട്ട് അവനെ തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്താ ആ സമയം ആ ജയന്റ് സ്ക്വാഡ് അതങ്ങനെ രണ്ടായിട്ട് തകരുകയാണ്. അതിന്റെ ഒരു വലിയ പീസ് അത് കാണാനില്ല. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് റുക്കിയുടെ ബ്രദറിന്റെ കയ്യില് ആ ഒരു സ്ക്വാഡിന്റെ പീസ് അവൻ കാണും. ായിട്ട് ഇപ്പൊ ഇച്ചിഗോയും റുക്കിയുടെ ബ്രദറും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ പരസ്പരം ഫേസ് ടു ഫേസ് അടുത്തേക്ക് വരും. ഇവിടെ റുക്കിയയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഒരുപാട് പേടിയാവും. കാരണം അവളുടെ ബ്രദറിന്റെ പവർ അത് നിസ്സാരമല്ലെന്ന് അവൾക്ക് അറിയാം. രഞ്ജിയാണെങ്കിൽ പഴുതിയെ തല ഉയർത്തി ബ്രദറിനെ തന്നെ നോക്കുകയാണ്. കാരണം ബ്രദറിന് മുൻപിൽ ഇതുവരെ ആർക്കും പിടിച്ചു നിൽക്കാനോ ജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഹീറോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ബ്രദർ അവൻ സ്ക്വാഡ് എടുത്ത് അച്ചരം പൊച്ചറം ആഞ്ഞു വീശാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ബോഡിയിൽ അറ്റാക്ക് വീണത് പോലും മനസ്സിലാവില്ല. അവൻ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് താഴേക്ക് അടിച്ചു വീഴുകയാണ്. അത് കണ്ട ആ ബ്രദർ അവൻ ഹീറോയെ പരിഹസിക്കും. കൺട്രോൾ പോയ റുക്കിയ ഇച്ചിഗോ എന്ന് നിലവിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഉടനെ രഞ്ജി അവൻ ചാടി വന്ന് അവളെ പിടിച്ചു വലിച്ച് അങ്ങനെ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. രഞ്ജി ആണെങ്കിൽ അവളോട് പറയും, നീ അവന്റെ അടുത്തേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല, അവൻ മരിച്ചു. റുക്കിയ ആണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചും, എനിക്കുള്ള പണിഷ്മെന്റ് അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇരട്ടിയാക്കാം. ഒരൊറ്റ തവണ എനിക്ക് അവനെ കാണണം. ഞാൻ ചെയ്തു പോയ തെറ്റിനാണ് അവനിപ്പോ ഇത്രയധികം അനുഭവിക്കേണ്ടി വന്നത്. അതിനവളുടെ ബ്രദർ പറയും, നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം അത് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും നീ എന്തിന് ആ പയ്യനോട് ഇങ്ങനെ ചെയ്തു? നീ ഒരാൾ കാരണമാണ് അവൻ ഈ ഗതി വന്നത്. ബ്രദർ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ഉടനെ ഹീറോ ആണെങ്കിൽ ആളുടെ ഡ്രസ്സിൽ കയറി പിടിക്കുകയാണ്. രഞ്ജി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഓ ഗോഡ്, ഇത്രയായിട്ടും ഇവന്റെ കാറ്റ് പോലും ചോദിച്ച് രഞ്ജി അവന്റെ അടുത്തേക്ക് വരും. ബ്രദർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, മര്യാദയ്ക്ക് നീ കൈ എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിയേറി. പക്ഷെ ഹീറോ ആണെങ്കിൽ അപ്പോഴും കൈ മാറ്റാതെ കൂടുതൽ സ്ട്രെങ്ത്തിൽ പിടിച്ചു വെക്കുകയാണ്. അത് കണ്ട റുക്കിയ ഹീറോയുടെ കൈ അത് ചവിട്ടി തെറിപ്പിക്കും. ഹീറോ ആണെങ്കിൽ ഷോക്കായിട്ട് അവളെ നോക്കും. അവൾ ദേഷ്യപ്പെട്ട് ഹീറോയോട് ചോദിക്കും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായി നീ ഇത്രയും പവറും റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ടുള്ള എന്റെ ബ്രദറിന്റെ ദേഹത്ത് കൈവെക്കും? ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. റുക്കിയ അവളുടെ ബ്രദറിനോട് പറയും, നമുക്ക് എത്രയും വേഗം സോൾ സൊസൈറ്റിയിലേക്ക് പോവാം. എനിക്ക് തരുന്ന ശിക്ഷ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഹീറോ ആണെങ്കിൽ അവളോട് പോവരുതെന്ന് പറഞ്ഞ് കെഞ്ചും. അത് കണ്ട ആ രഞ്ജി അവൻ ഹീറോയുടെ തലയിൽ അങ്ങനെ ചവിട്ടി മെതിക്കും. റുക്കിയ രഞ്ജിയോട് പറയും, നിന്റെ പവർ അവന്റെ ദേഹത്തിനെ ഉപയോഗിക്കണ്ട, അവൻ അവിടെ കിടന്ന് മരിച്ചു പോയിക്കോളൂ. റുക്കിയ അവസാനമായിട്ട് ഹീറോയോട് പറയും, ഇനി നീ മിണ്ടിപ്പോരുത്, ഒരു കാരണവശാലും എന്നെ ഫോളോയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ ബ്രദറിന്റെ കൈ പിടിച്ച് അങ്ങനെ നടന്നു നീങ്ങും. റുക്കിയ ആണെങ്കിൽ അങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും അവൾ നെഞ്ചു തകർന്ന് കരയാണ്. കാരണം ഹീറോയെ രക്ഷപ്പെടുത്താനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതും ചെയ്തതും. അടുത്ത നിമിഷം രഞ്ജി ആണെങ്കിൽ
അവർക്ക് സോൾ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള ആ പോർട്ടൽ അത് ഓപ്പൺ ചെയ്യും. അവർ 3 പേരും പതിയെ അതിലേക്ക് കയറും. അവസാനമായിട്ട് നമ്മുടെ റുക്കിയ അവൾ നിറ കണ്ണുകളോട് കൂടെ ഹീറോയെ തിരിഞ്ഞു നോക്കുകയാണ്. ഹീറോയ്ക്ക് അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും അവനെ ഈ ഒരു അവസാന സമയത്തും രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നുവെന്ന്. അവള് നിസ്സഹായതയോട് കൂടെ അവനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം തകരും. അവനും അവളെ തന്നെ നോക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. കുറച്ച് കഴിയുമ്പോഴേക്കും ചോരയൊക്കെ വാർന്നൊലിച്ച് ഹീറോയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം കൊടയൊക്കെ ചൂടി ആരോ ഒരാൾ ഹീറോയുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. ഇത് മറ്റാരുമല്ല, ആ ഷോപ്പ് ഓണർ ഉറഹറയാണെങ്കിൽ ഹീറോയെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും. ഇതാ ഒരുപാട് സമയത്തിന് ശേഷം ഹീറോ ആണെങ്കിൽ പതിയെ കണ്ണ് തുറക്കും. അവൻ കണ്ണ് തുറക്കേണ്ട താമസം ആ കപ്പട മീശക്കാരൻ ആളെ കണ്ട് ഞെട്ടുകയാണ്. ആളാണെങ്കിൽ ഹീറോയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അതിന് ഹീറോ ആണെങ്കിൽ ആളെ തട്ടിത്തെറിപ്പിക്കും. ഞാൻ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ, റുഖിയ അവൾ എവിടെയെന്നൊക്കെ ചോദിച്ച് ഹീറോ ആണെങ്കിൽ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. ഹീറോയുടെ ശബ്ദം കേട്ട് ഉറഹറയാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. ഇച്ചിഗോ, നിനക്കിപ്പോ റെസ്റ്റാണ് ആവശ്യം. നിന്റെ ബോഡിയിൽ ഒരുപാട് ആഴത്തിലുള്ള കൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അതെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാവും. റുഖിയയെ അവളുടെ ബ്രദറും ആൻജിയും അവർ രണ്ടുപേരും ആ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയെന്ന് അവന് മനസ്സിലാവും. ഹീറോ ഉറഹറയുടെ കൈ പിടിച്ച് ചോദിക്കും, ആ കണ്ണാടി പയ്യൻ അവനെവിടെ, അവനിപ്പോ എങ്ങനെയുണ്ട്? അതിന് ഓണറാണെങ്കിൽ അവന്റെ തോളിൽ തട്ടി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല, അവനും നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കുന്നത് വരെ അവൻ നിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അവൻ റെസ്റ്റ് ചെയ്യാണ്. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു സമാധാനവും ഇല്ല. റുഖിയ അവള് നമുക്ക് നഷ്ടമായി. അവളെ തിരികെ പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് ഉറഹറ പറയും, അവളെ തിരികെ പിടിക്കാൻ ഒരു വഴിയുണ്ട്, അതിന് ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ, അത് നീ അനുസരിക്കണമെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് വല്ലാത്തൊരു പ്രതീക്ഷ തോന്നും. നോക്കെ പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. ഉറഹറ പറയും, ഇന്നേക്ക് 10 ദിവസം നിനക്ക് ഞാൻ ട്രെയിനിങ് തരും. ഇതിനുശേഷം മാത്രമേ നിന്നെ ഞാൻ അവളെ തിരികെ പിടിക്കാനായിട്ട് പറഞ്ഞയക്കൂ. അതിന് ഹീറോ ആണെങ്കിൽ ടെൻഷനായി, നിങ്ങൾ എന്തായി പറയണേ? 10 ദിവസം പോയിട്ട് 10 മണിക്കൂർ പോലും അവളെ ജീവനോട് കൂടെ വെക്കില്ല. എത്രയും വേഗം അവളെ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവരണം. അടുത്ത നിമിഷം ഉറഹറ ആളുകളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഹീറോയെ കൺട്രോൾ ചെയ്ത് താഴേക്കിടും. ഞാൻ പറയുന്ന കാര്യം ആദ്യം നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഇപ്പൊ നീ ഭയങ്കര വീക്കാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അവിടേക്ക് പോയാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾ റീപ്പേഴ്സുമായിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവിടെ ഒരുപാട് സോൾ റീപ്പേഴ്സ് ഉണ്ട്. അവര് സെക്കൻഡുകൾ കൊണ്ട് നിന്നെ നശിപ്പിച്ച് കളയും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ അവർ സോൾ റീപ്പേഴ്സിനെ കൊന്നു കളയുകയുള്ളൂ. സോ നമ്മുടെ മുൻപിൽ 1 മാസം സമയമുണ്ട്. 10 ദിവസം നിനക്ക് ഞാൻ ട്രെയിനിങ് തരും. അതിനുശേഷം ഒരു 7 ദിവസം വേണം എനിക്ക് ആ സോൾ സൊസൈറ്റിയുടെ ഗേറ്റ് അത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതിനുശേഷം നീണ്ട 13 ദിവസം നീ പരിശ്രമിച്ചാൽ മാത്രമേ നിനക്ക് റുഖിയയുടെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയൂ. അവനത് പറയുന്ന അതേ സമയം ആ പൂച്ച അതവിടേക്ക് കടന്നു വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നും. 10 ദിവസം, വെറും 10 ദിവസം കൊണ്ട് എനിക്ക് സ്ട്രോങ് ആവാൻ കഴിയോ? അതിന് ഉറഹറ പറയും, അവളെ തിരികെ കൊണ്ടുവരണം എന്നതിന്റെ ആഗ്രഹം ഇത് തീവ്രമാണെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ നീ പവർഫുള്ളായി മാറും. അത് കേട്ട് ഹീറോ അവനങ്ങനെ സ്ട്രോങ് ആയി ഇനിങ് എടുക്കാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.